ഇപ്പോൾ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. ഇവിടെ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഞാനിന്നൊരു വ്ളോഗ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സിറ്റുവേഷൻസ് എന്നറിയില്ല, എന്തായാലും ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല, ഫോൺ കൈ പിടിച്ച് ചെയ്യണോണ്ടിട്ട് തന്നെ പകുതി വീഡിയോസൊന്നും എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. പിന്നെ എന്താ, ഉദയേട്ടൻ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. പിന്നെ എന്താ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ മോർണിംഗ്. ഇവിടെ നിന്നുള്ള വ്യൂ. ഒരു ചേച്ചി റോട്ടിൽ കൂടെ നടന്നൊക്കെ പോകുന്നുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു, ഗ്രൗണ്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല വെയിലുണ്ട്. രാത്രിയിലത്തെ മഴയുടെ ക്ഷീണമൊന്നും പകല് കാണുന്നില്ല കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പണിയൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല, പണിയൊക്കെ തുടങ്ങണം. വേറെ എന്താ, അപ്പം ഞാൻ വരുമ്പോൾ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന അവസ്ഥ. ട്രൈപോഡും അതുപോലെ തന്നെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ഞങ്ങളൊന്നും എടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യാമെന്നുള്ള പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വന്നിട്ടും ചെയ്യാൻ പറ്റുന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ എറണാകുളത്താണ് സ്റ്റേ ചെയ്യണത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഞങ്ങളുടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാട്ടോ. കണ്ടോ, ജോഗിങ്ങിനൊക്കെ ആൾക്കാർ രാവിലെ പോകും. ഇന്നിപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ രാവിലെ ഇതുപോലെ അപ്പുറത്തൊക്കെ ഫുൾ ഫ്ലാറ്റൊക്കെ ആയതുകൊണ്ട് ഈ എന്താ പറയുക, ജോലിക്ക് പോകണവരും അല്ലാതെ പ്രായമായവരൊക്കെ ആണെങ്കിലും ജോഗിങ്ങിന് പോകാൻ ഈ ഒന്നല്ലെങ്കിൽ ഈ കാണുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ അവിടേക്ക് വരും, അല്ലെങ്കിൽ ഈ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ പോകും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ എന്ന് പറയുന്നത്. നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി, പക്ഷേ ഇന്ന് നല്ല പകൽ, നല്ല എന്താ പറയുക, നേരം വെളുത്തപ്പോൾ മഴയുടെ ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ പാല് വാങ്ങിച്ച് തുടങ്ങി ഇവിടെ. എന്താ, ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ. അതായത് നമ്മൾ സാധാരണ നമ്മൾ പുറത്തുനിന്ന്, അതായത് എന്താ പറയുക, പാൽ പാക്കറ്റ് മിൽമേടൊക്കെ വാങ്ങിക്കത്തില്ലേ, അപ്പോൾ ആ പാക്കറ്റ് അങ്ങനെ വാങ്ങിക്കാറില്ല, ഇടയ്ക്ക് വല്ലപ്പോഴാണ് വാങ്ങിക്കാറ്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് വീട്ടിൽ നിന്ന് തന്നെ നാച്ചുറൽ പാലാണ് കിട്ടുന്നത്, പശുവിൻ്റെ. അപ്പോൾ അവരിങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ചായ എടുക്കും, വൈകിട്ട് ഞാൻ പറഞ്ഞ പോലെ കാപ്പിയാണ്, പാൽ കാപ്പിയല്ല, സാധാരണ നോർമൽ കാപ്പി ഇടും. പിന്നെ നൈറ്റ് ഞങ്ങൾ ഇതിൻ്റെ പകുതി തന്നെ എടുത്തിട്ട് പാല് കുടിക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ എന്തായാലും എന്താ പറയുക, അടുക്കളയിലേക്ക് കയറട്ടെ. അതിന് പ്രത്യേകിച്ച് രാവിലത്തെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കും. പിന്നെ എന്താ, ചോറ് വയ്ക്കും, കറി വയ്ക്കും. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ഉദയേട്ടൻ്റെ വർക്കൊക്കെ ഇന്ന് കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കണു. പിന്നെ എന്താ, അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ.
പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുക്കളയിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. കാരണം ഞാൻ നൈറ്റ് എൻ്റെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, പിറ്റേ ദിവസം രാവിലെ ക്ലിയർ ആയിട്ട് തന്നെയായിരിക്കും അടുക്കള ഉണ്ടാവുക. പാത്രങ്ങളൊക്കെ നൈറ്റ് തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് അത്രയും പണി എന്താ പറയുക കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണെങ്കിൽ ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നൈറ്റ് തന്നെ അതെല്ലാം വാഷ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ എന്താ, ഇനിയിപ്പോൾ ചോറ് വെക്കണം, ചായ വെക്കണം. ഉദയുടെ എഴുന്നേറ്റില്ല. ഇന്നിപ്പോൾ എന്താ വെക്കുക, ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. പക്ഷെ ഉദയന് ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല. സാധാരണ ഞാൻ ഇവിടെ ഉണ്ടാക്കണതൊന്നുമില്ലെങ്കിൽ പുട്ട്, കടല, ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ്. കാരണം മാവ് നമ്മളിപ്പോൾ ഇവിടെ മിക്സിയിൽ ഇപ്പം എന്താ പറയുക ചെയ്യാൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സാധാരണ നമ്മൾ പാക്കറ്റായിട്ട് ദോശമാവൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് ഇവിടെ വാങ്ങിച്ച് ഉപയോഗിക്കണേ. അപ്പം എന്തായാലും എന്താ പറയുക, ഇന്നിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പ്ലാനാട്ടോ. എന്നാൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. അപ്പം ഏകദേശം എൻ്റെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഉപ്പുമാവ് ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം ഉദയേട്ടന് ഉപ്പുമാവ് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങളിന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം കഞ്ഞി കുടിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഉദയേട്ടൻ എഴുന്നേറ്റിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേണം, ഞങ്ങൾക്ക് ഒരുമിച്ച് വേണം കഴിക്കാൻ. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് കുളിക്കണം, അലക്കണം, ഇത്രേ ഉള്ളൂ. ഈ രാവിലത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പിന്നെ ചോറും കാര്യങ്ങളൊക്കെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാം റെഡിയാകും. വേറെന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇനിയിപ്പോൾ കുളിക്കണം, അതാണ് നെക്സ്റ്റ് പരിപാടി. ഉദയേട്ടനെ വിളിച്ചപ്പോൾ ഉദയേട്ടൻ എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ നല്ല വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആൾ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ ലേറ്റായി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിളിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ എന്തായാലും കുളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാനപ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കൂടുമ്പോൾ തലയിൽ വെളിച്ചെണ്ണ, അതായത് ഞാനിപ്പോൾ വൗണ്ടിൻ്റെ ഓനിയൻ ബ്ലാക്ക് സീഡ് എന്ന് പറഞ്ഞൊരു ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ, ഈ ഹെയർ ഓയിലിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ ഈ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെയർ ഓയിലാണ്. മുടി കുറച്ച് എന്താ പറയുക, ഗ്രോത്ത് ആവാനും അതുപോലെ തന്നെ എന്താ മുടി, ഞാനിതിപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു. മുടി നന്നായിട്ട് കൊഴിയുണ്ടായിരുന്നു. ഇപ്പം മുടി കൊഴിച്ചിൽ മാക്സിമം കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേനേക്കാട്ടി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിപ്പോൾ കൈ പിടിച്ച് ചെയ്യണോണ്ടാണ് കേട്ടോ അധികം വീഡിയോ കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പം നിങ്ങളത് വീഡിയോ കാണുമ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും ട്രൈപോഡും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, അപ്പോൾ ഞാൻ എന്തായാലും ആ ഹെയർ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. അപ്ലൈ ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ ഇതുപോലെ 1-2 ഡ്രോപ്പ്, ഒരു 2-3 ഡ്രോപ്പ് എടുത്താൽ മതിയാവും. അത്യാവശ്യം നമുക്ക് തലയിൽ തേക്കാനുള്ള അത്രയും കിട്ടും. ഞാനിപ്പോൾ മുടിയുടെ അതായത് നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ കൂടുതലും എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, അതായത് ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം എന്താ വെയിറ്റ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ കഴുകി കളയാറില്ല. അതുപോലെ തന്നെ ഷാമ്പു ഞാൻ അങ്ങനെ അധികം, അതായത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ കണ്ടീഷണർ ഇടാറുണ്ട്. ഈ എണ്ണ ഇടുന്ന ദിവസങ്ങളിലൊക്കെ കണ്ടീഷണർ അപ്ലൈ ചെയ്യാറുണ്ട്. അത് മുടിയുടെ സ്കാൽപ്പിലല്ല, മുടിയുടെ പുറത്ത്. അത് കുറച്ച് ഷൈനിങ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം കണ്ടീഷണർ ഇടാറുണ്ട് കേട്ടോ. വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം ഞാൻ മുടിയിൽ മൊത്തം ഇങ്ങനെ ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഫേസ് എപ്പോൾ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ 2-3 തവണ ഞാൻ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ 2-3 തവണ ഫേസ് വാഷ് ചെയ്തായിരുന്നു. വേറെന്താ,
ഇനി ഉദയം എഴുന്നേറ്റെങ്കിലാണ് നെക്സ്റ്റ് പരിപാടികളൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ പോകും. ഞങ്ങളിപ്പോൾ ഇന്നലെ നൈറ്റ് പുറത്തേക്കൊക്കെ പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നല്ല മഴയുണ്ടല്ലോ, പല സ്ഥലങ്ങളിലേക്കും മഴയുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ഇത് കുറച്ച് ഒന്ന് നമ്മുടെ ഈ എണ്ണ ഒന്ന് നമ്മുടെ തലയിലേക്ക് അബ്സോർബ് ആയതിനു ശേഷം നെക്സ്റ്റ് കുളിക്കാം. അതിന് മുന്നേ എനിക്ക് അലക്കാനുണ്ട്, കുറച്ച് അലക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ ചെയ്യണത്, അതുകൊണ്ടാട്ടോ ഞാനിതൊക്കെ പറയണത്. പിന്നെന്താ, അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയണത് എന്താ, തുണി വിരിച്ചിടാൻ പോകണം. പിന്നെ ഉദയേട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ കുറേ നേരമായി. ഇപ്പം ഞാനൊന്ന് വിളിച്ചു നോക്കാമല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഉദയേട്ടൻ ഉറങ്ങുന്നത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് ചീത്ത കേൾക്കുമെന്ന് അറിയില്ല, കാരണം ഉറക്കത്തിൽ വിളിച്ചെഴുന്നേപ്പിച്ച് ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ. എന്തായാലും വിളിച്ചു നോക്കട്ടെ. ഉദയേട്ടാ, 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 എഴുന്നേക്കണില്ലേ? ഞാൻ എഴുന്നേറ്റോളാം എന്ന് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ എനിക്ക് കൊണ്ടുപോയി വിരിച്ചിടണം. അപ്പോൾ അതിനുള്ള കുറച്ച് പരിപാടികളിലൊക്കെയാണ്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇതായിട്ട് എഴുന്നേൽക്കുക, ഫുഡ് കഴിക്കുക, ഇത് തന്നെയാണ് ഇന്നത്തെ പരിപാടി. എനിക്ക് തോന്നുന്നത് ഇതെന്നെ ജോലിയൊന്നും ഇല്ലാതെ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്ര നേരം കിടന്നുറങ്ങണം കേട്ടോ. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നേരത്തൊക്കെ എഴുന്നേൽക്കും കേട്ടോ. ഒരു മാക്സിമം ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും ഞാൻ എഴുന്നേൽപ്പിക്കാറുണ്ട്. അപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉദയന് ചെറുതായിട്ടൊരു ചെവി വേദനയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പം അതിൻ്റെ ആണോന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണമുണ്ട് ആൾക്ക്. ആൾ കിടന്നുറങ്ങാണ് കേട്ടോ. ഞാൻ ഈ സാധനമാണ് കുറേ നേരമായിട്ട് തപ്പിക്കൊണ്ടിരുന്നത്. സിപ്ലോക്സ് എന്ന് പറഞ്ഞ ഒരു ഐ ഡ്രോപ്പ്, അയ്യാൻ്റെ ഇയർ ഡ്രോപ്പാണ് കേട്ടോ, ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാൻ കുറച്ച് ആശ്വാസം ഉണ്ടാവും. അപ്പോൾ വേറെന്താ, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് തുണി എന്തായാലും വിരിക്കാൻ പോകണം. മുടി നനഞ്ഞിരിക്കുകയാണ്. ഇവിടെ കേട്ടോ ഞങ്ങൾ വിളക്കൊക്കെ കത്തിക്കണത്. ഞങ്ങളിപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് പൂജാ റൂമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെയൊരു സെറ്റപ്പിലാണ് ഞങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ വൈകിട്ടാണ് ഇവിടെ വിളക്കൊക്കെ വെക്കണത് കേട്ടോ. ഞാൻ മുകളിൽ തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കണ്ടോ, മുകളിലേക്ക് കയറണം ഡ്രസ്സൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. കുറച്ച് തുണികളേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് തുണിയൊക്കെ വിരിച്ചിട്ടു. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ തുണി, അധികം തുണികളൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തുണികൾ മാത്രമേ അലക്കാനായിട്ട് അധികം ടൈമും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇനി എന്തായാലും ഡ്രസ്സുമ്മ ക്ലിപ്പൊക്കെ ഇടണം. ക്ലിപ്പൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ എന്തായാലും തുണികളൊക്കെ പറന്നു പോവും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും താഴേക്ക് പോകണം. ഏകദേശം അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലെ പകുതി എടുത്തോളം കാര്യങ്ങൾ കഴിഞ്ഞു. ഉദയട്ടപ്പം എഴുന്നേറ്റു. ഞങ്ങൾ ഇപ്പോഴാട്ടോ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ചമ്മന്തി ഉണ്ടാക്കി, പിന്നെ മറ്റേ നമ്മുടെ കൂർക്കത്ത പറഞ്ഞില്ലേ, അതൊക്കെയായിരുന്നു കഞ്ഞിയുടെ കൂടെ കഴിക്കാണ്ടായിരുന്നത്. ഉദയട്ടപ്പം എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് വന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ പോണേ, നെങ്ങാണ്ടൊക്കെ പോകാൻ പ്ലാനുണ്ട്. അതെന്തായാലും നന്നായി, കാരണം ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കാണിക്കാൻ കുറച്ചും കൂടി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം, ഞാനും ഉദയേട്ടനും റെഡിയായി. ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പ്ലാൻ ചെയ്യാൻ പോണത്, എവിടേക്കൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ലുലുവിൽ പോകണം, കാരണം നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെന്താ, ഉദയേട്ടനെ സൂം ചെയ്ത് ഞാൻ കാണിക്കില്ല, കാരണം ഉദയേട്ടൻ ഇപ്പം എന്നെ കാണിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ. ഉദയേട്ടനെ പിന്നെ കാണിക്കാം. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എന്താ, പുറത്ത് നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്. ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ നമ്മൾക്ക് പോയിട്ട് മഴയ്ക്ക് മുന്നേ തന്നെ തിരിച്ച് വരണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. എന്തായാലും
പോകുന്ന കാഴ്ചയുമെല്ലാം വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉദയണ്ണുണ്ട്, ഞാനും ഉണ്ട്, അങ്ങനെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇതാണ് കേട്ടോ ഡെയിലി. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ നൈറ്റിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല, ആരും അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല റോഡും കാര്യങ്ങളൊക്കെ. കണ്ടോ, മെയിൻ റോഡിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ കാക്കനാട് ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. എന്തിനാ പോണത്? ചുമ്മാ അവിടം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നിട്ടാണ് ഉദയേട്ടൻ്റെ ഫേസ് കാണിക്കുള്ളൂ എന്നാ പറഞ്ഞു കേട്ടോ. നല്ല രസമായിട്ട് ഇവിടെ സൈഡിൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പാട്ട് വെച്ചിട്ടുണ്ട്, അതാണ് സൗണ്ട് കേൾക്കണേ. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെന്താ ഇവിടെ മറ്റേ ആകാശവാണി കൊച്ചി അതിൻ്റെ എന്താണ് മെയിനായിട്ടുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ. കണ്ടോ, ഇതാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ പോകുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് NGO കോട്ടേഴ്സ് എന്ന് പറയും. ഇതിൻ്റെ ഫുൾ നെയിം എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഉദയേട്ടൻ ഇവിടെ ഒരു ബ്യൂട്ടി സലൂണിൽ പോണതാണ്. എന്നിട്ട് ഞാൻ ഉദയേട്ടനെ കാണിക്കാം. കാരണം ഉദയേട്ടൻ കുറച്ച് ആടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഉദയേട്ടൻ പറഞ്ഞത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റായിട്ട് തന്നെ കാണിച്ചാൽ മതി എന്നാട്ടോ പറഞ്ഞത്. വന്നിട്ടുള്ളതൊരു മെൻസിൻ്റെ സലൂണിലാട്ടോ വന്നേക്കണേ. ഞാൻ 10 മണിക്ക് ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കാണിക്കണില്ല. ഉദയേട്ടൻ സെറ്റാക്കി വന്നതിന് ശേഷം കാണിച്ചു തരാം. ഗൈസ്, അപ്പം ഞാനും ഉദയേട്ടനും തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ അതേ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ഒരു ജില്ലാ സമ്മേളനം എന്തോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റാലി എന്തോ സംഭവം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എന്താ ജാഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഉദയേട്ടൻ ഞാൻ ഇതുവരെയായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉദയേട്ടൻ വന്നിട്ടുണ്ട്, ഉദയേട്ടനെ കാണിക്കാം. ഈ ലുക്കിന് വേണ്ടിയിട്ടാണ് ഉദയേട്ടൻ പോയത്. നല്ലല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? പോകാം. നമ്മളിപ്പോ എങ്ങോട്ടാ പോകാൻ പോണേ? ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അധികമൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം. ലുലുന്ന് അങ്ങനെ എന്താ പറയാ അധികം കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലേ. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും പോവാണ്. മഴയ്ക്ക് മുന്നേ എന്തായാലും തിരിച്ചു വരണം കേട്ടോ. ഉദയേട്ടൻ മെയിൻ റോഡിൽ കൂടെ പോകുന്നതിന് ഏതോ ഒരു വഴിക്കൂടെയൊക്കെ ആട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത് ഏത് വഴിയോ ഉദയേട്ടൻ ഇടപ്പള്ളി തന്നെ ചെല്ലുവോ? കണ്ടോ ഗൈസ്, ഇതാണ് ഗൈസ് റോഡ്. കുറച്ച് ഉള്ളിലോട്ട് കേറിയിട്ടുള്ള വഴിയാണ് കേട്ടോ ഇത്. ഈ ചെറിയ വഴിയിലും ഇതുപോലെ ചെറിയ ട്രാഫിക്കൊക്കെ, ഒരു ട്രാഫിക് ജാം പോലെ ചെറുത് ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ മാത്രമാണ് കുഴപ്പമുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇത് കൂടെ പോകാൻ ഈസി ആയിരിക്കും. ഇന്നലെ ഇവിടേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. രാത്രിക്ക് നല്ല മഴയായിരുന്നു പെയ്തെ. പിന്നെ ഇവിടെ എന്താ അക്വേറിയം അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീടൊക്കെ കൊള്ളാം കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രോപ്പർ തൃക്കാക്കരയാണ് കേട്ടോ. തൃക്കാക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയും. ഇതിൽ കൂടെ ഒക്കെ നൈറ്റാണ് കേട്ടോ ഞങ്ങൾ കൂടുതൽ പോയേക്കണം. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ പകലാണ്.
വഴിയൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത്. ഞങ്ങളിപ്പം മെയിൻ റോഡിലേക്ക് കയറി കേട്ടോ. ഇത് തൃക്കാക്കര, ഇത് അവിടെ കേട്ടോ തൃക്കാക്കര അമ്പലം. ഇവിടെ വന്നിട്ടില്ല, ഞങ്ങളിങ്ങനെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്നല്ലാതെ ഇതുവരെയായിട്ടും പോകാൻ പറ്റിയിട്ടില്ല. ഇതാണ് എടപ്പള്ളിയിലേക്കുള്ള, കാക്കനാട് നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ഷോർട്ട് കട്ട്. ഇവിടെ നിന്ന് പിന്നെ കുറേ വഴികളുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അതിലൊരു വഴിയിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെയൊക്കെ നല്ല തണലുണ്ട്. പിന്നെ SFSൻ്റെ തന്നെ കുറേ ഫ്ലാറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ SFSൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെയും ഒരു SFSൻ്റെ ഫ്ലാറ്റൊക്കെ ഉണ്ട്. നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ വൈകിട്ടത്തേക്ക് മഴയ്ക്കുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് തോന്നണേ. ഇപ്പം ഞങ്ങൾ എവിടെയാ കറക്റ്റ് പ്രോപ്പർ പ്ലേസ് മറ്റേ പൈപ്പ് ലൈൻ ജംഗ്ഷൻ ഇല്ലേ തൃക്കാക്കര, ആ റൂട്ടാണ് കേട്ടോ വരണത്. കാക്കനാടൊക്കെ ഇവിടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും സ്ഥലമൊക്കെ. ഏകദേശം എത്താറായിട്ടുണ്ട് എടപ്പള്ളിയിൽ. പള്ളിയിലാണ് ഗൈസ്, ഭയങ്കര ബ്ലോക്കാണല്ലേ, ഫുൾ ബ്ലോക്കായി കിടക്കാണ് കേട്ടോ. ഞങ്ങൾ ഈ റൂട്ട് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവിടെ ചെന്നിട്ട് വേണം. അതായത് എവിടെയത് മറ്റേ നമ്മുടെ വൈറ്റിൽ ആ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടല്ലേ അത് അല്ലേ? അവിടെ ചെന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് U-ടേൺ എടുക്കാൻ. അത് പറ്റുമോ നോക്കണം. വേറെന്താ? റൈറ്റ് സൈഡ് കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലുലു മാൾ. ലുലു മാളിന് വരാത്തവരായിട്ട് ഇപ്പം ആരും തന്നെ ഇല്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു വെറൈറ്റിക്ക് കാണിച്ചതേ ഉള്ളൂ. എറണാകുളം ജില്ലക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണല്ലേ ലുലു മാൾ. അല്ലേ ഉദയേട്ടാ? നിങ്ങളുടെ അവിടെ ഒന്നും ഇല്ലല്ലോ. ഇവരുടെ അവിടെ ഒന്നും ഇല്ല കേട്ടോ. കൊല്ലത്തൊന്നും ഒരു മാളും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞിപ്പോൾ ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, അവിടെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. പിന്നെന്താ, എറണാകുളത്തുള്ള ഈ ലുലുവിൽ എല്ലാവരും വന്നിട്ടുണ്ടാവും. കാരണം ഫസ്റ്റ് ഇവിടെ ഓപ്പൺ ആയത് ഇവിടെ അല്ലായിരുന്നു. പിന്നെന്താ, ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇനി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം. U-ടേൺ എടുത്തിട്ട് അങ്ങോട്ട് പോയെങ്കിലാണ് ലുലുവിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഭയങ്കര ബ്ലോക്കായിട്ട് കിടക്കാൻ കേട്ടോ. ഈ വഴി വന്നത് അബദ്ധമായെന്ന് വിചാരിച്ചിരിക്കാൻ കേട്ടോ. ഇതേട്ടൻ പാവം അല്ലേ? പെട്രോള് വിൽക്കുന്ന വിലക്കെല്ലാം കത്തിച്ചാമ്പലാവും. മൊത്തത്തിൽ ഫുൾ ബ്ലോക്കായി കണ്ടോ. എറണാകുളം ഭാഗത്തേക്കൊക്കെ വരണം എന്നാണെങ്കിൽ വെളുപ്പാങ്കാലത്തെ വരേണ്ടി വരും. കാരണം അതിനുശേഷം ഒരു മാക്സിമം ഒരു 8 മണി 9 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്കായിരിക്കും ഈ ഭാഗമൊക്കെ. പിന്നെ വൈകുന്നേരം പിന്നെ പറയേണ്ട കാര്യമില്ല, ഇതുപോലെ കട്ട ബ്ലോക്കായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോകണ്ടെങ്കിൽ അത്രയും സമയം മാറ്റി വെച്ചിട്ട് വരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ മൊത്തത്തിൽ ബ്ലോക്കായി കിടക്കാണ്. ഇതെല്ലാം ഫ്ലാറ്റുകളാണ് കേട്ടോ. ഫുൾ ഫ്ലാറ്റ് ഏരിയ ആണ് ഇവിടെ എറണാകുളം സിറ്റി. ഇത് മേലേക്കൂടെ പോകുന്നതാണ് നമ്മുടെ മെട്രോ. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, മെട്രോ ആണിത്. നമുക്ക് റൈറ്റ് ഇതിന്റെ അകത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിന്റെ അകത്തേക്ക് മൊബൈലൊക്കെ യൂസ് ചെയ്യാന്ന് തോന്നുന്നല്ലോ ഇതേട്ടാ. വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഹൈപ്പറിലൊക്കെ പോകണോണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം നോക്കട്ടെ എടുക്കാൻ പറ്റുമെന്ന്. ഞങ്ങൾ പാർക്കിങ്ങിന്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ഫുൾ ലോട്ട്സ് എല്ലാം ഫുള്ളാണ്. അവൈലബിൾ ആയിട്ടുള്ള ലോട്ട്സ് ഉള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇടാൻ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രീൻ അവിടെ ഇത്രയും ചുമന്നോണ്ട് വരണം സാധനങ്ങൾ.
ഞങ്ങളപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് പാർക്കിങ്ങിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും നോക്കാം. മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കാം. അപ്പം എന്തായാലും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ. അതിൻ്റെ അകത്താണ്. ഫസ്റ്റ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ലുലു കണക്റ്റിലാണ്. കുറച്ച് സാധനങ്ങൾ അവിടെ പുതിയതായിട്ട് കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് അതുപോലെയുള്ള കുറച്ച് ഐറ്റംസ് നോക്കാനാണ് കേട്ടോ. വാങ്ങിക്കാൻ പറ്റുന്നതാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നാണെങ്കിൽ വാങ്ങിക്കും. പുതിയതായിട്ട് ഓടിപ്പോണ്ട് കേട്ടോ മുകളിലേക്ക്. അപ്പം എന്തായാലും അതിൻ്റെ അകത്ത് എത്താറായി. ഞങ്ങൾ ഇനി അതിൻ്റെ അകത്ത് എന്നിട്ട് ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കാം. കേട്ടോ ഞാൻ പുതിയതായിട്ട് UB7 കാർ ഇട്ടേക്കുന്നത്. ഇന്ന് ഫുൾ തിരക്കാണ് കേട്ടോ. കഴിയുമോ അപ്പം ഞങ്ങൾ ലുലുവിൻ്റെ അകത്ത് എത്തി. ലുലു കണക്റ്റിലല്ലേ ഫസ്റ്റ് പോകേണ്ടത്? ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നല്ല തിരക്കാണ് കേട്ടോ. റംസാൻ്റെ ഒക്കെ ഇതായതുകൊണ്ട് ഫുൾ ഞങ്ങൾ തിരക്കേക്ക് ആകുവാണ്. ഇതായിട്ട് ചെറിയ സംഭവം എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ. ഇത് നല്ല തിരക്കാണ്. മാക്സിമം വീട്ടിൽ എടുക്കാൻ ശ്രമിക്കാം. ഞങ്ങൾക്ക് സോപ്പൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നോക്കി പോവാണ്. ഞങ്ങൾ സെൻസോഡൈൻ ഫ്രഷിൽ വെച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് എടുക്കും. ഇതിൻ്റെ ഒരു മറ്റേ എന്താണ് ഇത് കുറേ ഓഫറൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുട്ടിപ്പൊടി ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. കുറേ ഓഫറൊക്കെ ഉണ്ട്. റംസാൻ മനുഷ്യൻ തോന്നുന്ന സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടോ? ഒറ്റ ടൈപ്പ് ഇങ്ങനെ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണ്ടോ. നിങ്ങൾ ആശീർവാദം ഞാൻ ചപ്പാത്തി കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആശീർവാദിൻ്റെയാണ്. അതെടുത്തോ നോക്കാം. അത് ഞങ്ങൾ 5 കിലോ ആശീർവാദിൻ്റെ പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഇതുപോലുള്ള ഒരു ബ്രഷും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം വിചാരിച്ചിട്ടുണ്ട്. പുതിയ കാറ് കഴിയുന്ന ഷാമ്പൂ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡിൽ. വേണമെങ്കിൽ പോകും. നമുക്ക് ആ ഓഫ് സൈഡിലോട്ട് പോകാം. ഇതൊക്കെ എന്തുവാ മറ്റേ ഇതൊക്കെയല്ലേ ചെടി, അത് വേണ്ട. ഈ സൈഡിലെല്ലാം വെച്ചിരിക്കുന്നത് റംസാൻ സ്പെഷ്യൽ ഓഫേഴ്സിനുള്ള സാധനങ്ങളുണ്ടോ, ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് വേറെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. സാധനമൊക്കെ ഇങ്ങനെ നോക്കി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. ദേട്ടനാണ് ഓരോ സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിക്കണത്, റേറ്റും കാര്യങ്ങളൊക്കെ. ഇത് ഫുൾ ഓർഗാനിക് സെക്ഷനാണ് കേട്ടോ. ഫുൾ ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. മൊത്തം ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓ വേണ്ട, അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ചുമ്മാ ഞങ്ങളിങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ, അപ്പോൾ നോക്കാം. ചായപ്പൊടി അതുപോലെയുള്ള സെക്ഷനൊക്കെയാണ് കേട്ടോ ഇത്. ഞങ്ങൾ അപ്പുറത്തുനിന്ന് എടുത്തു, കാരണം ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ വിർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. വുമൻസ് ഹോർലിക്സോ സൈഡാണ് കേട്ടോ. വീട്ടിൽ പിന്നെ പിക്കിളൊക്കെ ഇരിക്കണോണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. ഇതെല്ലാം ഡ്രിങ്ക് സെക്ഷനാണ് കേട്ടോ.
ഇതെല്ലാം ഡ്രിങ്ക്സാണ്. ഇതൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ വെജിറ്റബിൾ സെക്ഷനിലോട്ടാണ് കയറിയേക്കണത്. ഇപ്പോൾ കറിവേപ്പിലയും പിന്നെ ചീരയും, ചുവന്ന ചീര എടുത്തോ, ചുവന്ന ചീര അതുപോലുള്ള കുറച്ച് ഐറ്റംസ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ചേട്ടാണ് കേട്ടോ എല്ലാം എടുക്കണത്. ഫുൾ തിരക്കാണ്. ഞങ്ങൾ മറ്റേ നമ്മുടെ ചിപ്സ് ഐറ്റംസിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ആ വേണം, കാഷ്യൂ നട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ. തന്നെ നോക്കട്ടെ. ഇത് 500 ഗ്രാം. ഏത് നട്ട്സൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിക്കാൻ പോകുന്നു. ഞങ്ങൾ കാഷ്യൂ നട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ഇവിടെ കുറേ ഉണ്ട്, അത് ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നതാണ്. അപ്പം അതാണ് ഞങ്ങൾ വാങ്ങിച്ചത്, ഒരു 1 kg. ഇത് നമ്മുടെ ചക്കക്കുരുവാണ് ഇട്ടത്. ഇതിൻ്റെ റേറ്റാണ് കൊടുത്തേക്കുന്നത് 3525 രൂപ പെർ കിലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇടുന്നത് നമ്മുടെ ചക്കക്കുരുവിൻ്റെ റേറ്റാണ് 3525 രൂപ. പക്ഷെ അത് കിലോയ്ക്കാണ് കേട്ടോ. ഇവിടേക്ക് ആകുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഫുൾ തിരക്കാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഞങ്ങൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ തിരക്കാണ്. റംസാനായതുകൊണ്ടും ഹൈപ്പർ ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളിവിടെ നട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ സെക്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ കാഷ്യൂ നട്ട്സ് ഇവിടെ ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ ഒരു പുതിയ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കാഷ്യൂ നട്ടാണെങ്കിൽ കിട്ടിയിട്ടില്ല. കാരണം പുതിയ സ്റ്റോക്ക് വന്നത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ചേട്ടനാണിങ്ങനെ വെയിറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇതുവരെ തന്നിട്ടില്ല. ചെറിയ ചെറിയ പാക്കറ്റ് ആയിരുന്നു. അപ്പോൾ ആ ചേട്ടൻ അതെല്ലാം സെപ്പറേറ്റ് പാക്കിംഗ് എല്ലാം പൊട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങൾക്കത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. മൊത്തം കസ്റ്റമേഴ്സ് കൂടി തുടങ്ങിയിട്ടോ. ഞങ്ങളൊരാൾ ഇവിടെ വന്നതുകൊണ്ടാണ് ഇത്രയും കസ്റ്റമേഴ്സ് പെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. ഉദയേട്ടൻ തള്ളി പോവാട്ടോ ഗൈസ്. ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉദയേട്ടാ മിച്ചർ വാങ്ങിച്ചു തരുമോ? മിച്ചർ എനിക്ക് പിക്ചർ വേണമെന്ന് പറഞ്ഞാലും ഇവിടെ എനിക്ക് പിക്ചർ വാങ്ങിക്കാൻ പോയേക്കാണ് ഗൈസ്. കിച്ചണിലോട്ട് വന്നേക്കാണ് കേട്ടോ. എനിക്ക് ഐസ്ക്രീമിനോടൊന്നും അങ്ങനെ വലിയ പ്രിയമൊന്നുമില്ല. ചോക്ലേറ്റിനോടൊന്നും വലിയ പ്രിയമില്ല. കാണുമ്പോൾ ഒരു 1-2 കഴിക്കുന്നതല്ലാതെ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് പോവാന്നേ ഉള്ളൂ.
ഞങ്ങൾ അപ്പുറത്ത് ഇഫ്താർ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടർ കണ്ടായിരുന്നേ. അപ്പം അത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ എനിക്ക് ഫുഡ് ഐറ്റംസിനോട് ഭയങ്കര പ്രിയമാണ്. പക്ഷേ ആ ഒരു ആർത്തി മാത്രമേ ഉള്ളൂ, കഴിക്കാനായിട്ടുള്ളൊരു ഇതങ്ങോട്ട് പോകും. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ എന്ത് ഐറ്റംസ് എന്നൊക്കെ ഉള്ളതെന്ന് നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ ഇഫ്താർ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഞങ്ങളിവിടെ നിന്ന് മറ്റേ എന്താണ് 2-3 ഐറ്റംസ് വാങ്ങിച്ചായിരുന്നു. അത് ഇതാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് 2 പീസിന് 120 രൂപയാണ്. കൈപ്പോള എന്ന് പറയും. ഇത് ഞാൻ ഫസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ എങ്ങനത്തെയാണെന്ന് അറിയില്ല. അപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് കായ്പോള. ഒരു കുഞ്ഞി ബേബി കിടക്കുന്നതാണ് കേട്ടത്. ഇത് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓഫറിന് വെച്ചേക്കുന്നതാണോ ചേട്ടാ? ഇതൊക്കെ ഓഫറിന് വെച്ചേക്കുന്നതാ? ഇതൊക്കെ ഓഫറാണോന്ന്? ഫുൾ സാലഡ്സ് ആണ് കേട്ടോ. സാലഡ്സിൻ്റെ സെക്ഷനാണ് ഇതെല്ലാം. ഇതെല്ലാം കേക്കിൻ്റെ സെക്ഷനാണ് കേട്ടോ. സൂപ്പറാണ്. എല്ലാം റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 900 ആണ് പെർ 1 kg. ഇതെല്ലാം 1 kgയുടെ സെക്ഷനാണ് കേട്ടോ ഇത്. ഇവിടെയും ഉണ്ട് കേട്ടോ കുറേ കേക്കുകൾ. ഇതൊക്കെ എത്ര kg ഇത്? ഇത് 1/2 kg ആണേ. 500 സംതിങ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് 350 ഉള്ളൂ കേട്ടോ ഈ കേക്കിന്. ഇത് 500 ഗ്രാം ഉണ്ട്. ഇത് ഏത് സ്ട്രോബെറി കേക്കാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതെല്ലാം കേക്കുകളൊക്കെയാണ് കേട്ടോ. ഭയങ്കര കാണാൻ രസമുണ്ട്. കിളിക്കൂട് പോലെ ഇരിക്കുന്നല്ലേ അല്ലേ? വേണ്ട, എനിക്ക് വേണ്ട. പിന്നെ ഞാൻ എന്തെങ്കിലും നോക്കാൻ. ഇതെല്ലാം ഫുഡ് സെക്ഷനാണ് കേട്ടോ. കഴിഞ്ഞു. ഞങ്ങൾ ബില്ലടിക്കാൻ പോവാണ്. ബില്ലിങ്ങിലാണ് കേട്ടോ. ഇത്രയും കിളിക്കൂട് പോലെ ഇരിക്കുന്നല്ലേ അല്ലേ? ഇതെല്ലാം ഫുഡ് സെക്ഷനാണ് കേട്ടോ. കഴിഞ്ഞു. ഞങ്ങൾ ബില്ലടിക്കാൻ പോവാണ്. ബില്ലിങ്ങിലാണ് കേട്ടോ. ഇത്രയും വലിയ ക്യൂ, ഭയങ്കര തിരക്കാണ്. ഏതെങ്കിലും ഒരു സൈഡിൽ കയറണം. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത് കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടേക്കാന്ന് തോന്നുന്നു. ഇതാ എക്സിറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്കാന്ന് തോന്നുന്നു. ആദ്യം അവിടെ ലെഫ്റ്റ് സൈഡിൽ അങ്ങ് അവിടെ വരെ പോകണം. എന്തായാലും ഞങ്ങൾ കാറിൽ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ച് കഴിക്കും. എന്നിട്ട് ബാക്കി പറയാമേ. ഉദയേട്ടൻ എൻ്റെ കൂടെ ഒറ്റയ്ക്ക് തള്ളിക്കുകയാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ ഉദയേട്ടൻ്റെ കൈ ഫ്രീ ആയിട്ട് നടക്കാം കേട്ടോ. വണ്ടിയുടെ അവിടെ എത്താറായി. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. പിന്നെ എന്നിട്ട് ഇവിടുന്ന് മൂവ് ആവണം. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. തിരിച്ചൊക്കെ ഇറങ്ങിട്ടോ. 2:30 കണ്ടായപ്പോൾ പോയത്. ഇപ്പോൾ സമയം 5 മണിയൊക്കെ 6 മണിയായി സമയം. ബ്ലോക്കൊന്നും മാറിയിട്ടില്ല. പോയ അതേ സ്ഥിതി തന്നെയാണ് കേട്ടോ. തിരിച്ചു വരുമ്പോഴും ബ്ലോക്ക് അവസ്ഥകളൊക്കെ കിടക്കുന്നത് ഉണ്ടോ? ഇതാണ് അവസ്ഥ.
വീട്ടിൽ ചെന്നിട്ട് ബാലൻസ് ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ എവിടെയും പോകണമൊന്നുമില്ല. ഞങ്ങൾ ലുലുവിലേക്ക് മാത്രം കയറിയപ്പോൾ സമയം കുറേ ലേറ്റായി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുമോൻ്റെ നിർബന്ധപ്രകാരം നമ്മൾ ലുലുവിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോയി. അപ്പോൾ കുറേ സാധനങ്ങൾ എന്താണ്ടൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതുവരെ ഗായ്സ് സാധനങ്ങളൊന്നും എടുത്ത് പൊളിച്ചിട്ടില്ല, എല്ലാം മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം എടുത്ത് വയ്ക്കണം. എന്നിട്ട് പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒരു ട്രൈപോഡൊക്കെ വാങ്ങിപ്പിച്ചു. അതെ, ഞാൻ പറയാം. ട്രൈപോഡ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈപോഡും അതുപോലെ റിംഗ് ലൈറ്റും ഒക്കെ ഞങ്ങൾ വീട്ടിൽ അവിടെ കൊല്ലത്ത് വെച്ചേക്കാണ്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഇതായിട്ട് ട്രൈപോഡും അതുപോലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ അതുപോലെ ലുലുവില് ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. ലുലു ഞങ്ങൾ എല്ലാം കണ്ടു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഹൈപ്പർ മാർക്കറ്റാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് അല്ലേ. അതെ അതെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും വീഡിയോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, മീനൂസ് വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.